ഹലോ ഗൈസ്, പാടി ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് പറ. വെൽക്കം ബാക്ക് പറ. ഞങ്ങൾ ഇന്നിപ്പം ഞങ്ങളിപ്പം ഇന്ന് ഡോട്ട്മുണ്ട് പോവുകയാണ്. ഡോട്ട്മുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, സ്പ്രിംഗ് അല്ലേ, സമ്മർ അല്ലേ. ഒന്നുമല്ല കാര്യം. നാളെ തന്നെ ഡ്യൂട്ടി തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ ഒരു അസ്കിത തീർക്കാനായിട്ട് എവിടെയെങ്കിലും അൽമ പാർക്ക് പോകാനായിട്ട് ഇരുന്നത്. പക്ഷെ അൽമ പാർക്ക് ബുക്ക് അറിയത്തില്ലാത്തത് തന്നെ നമ്മള് അറിയാവുന്ന എവിടെയെങ്കിലും പോവാന്ന് വെച്ചു. ഡോട്ട്മുണ്ടില് ഒരു മാൾ ഉണ്ടെന്നാണ് ആൽഫിന്റെ ഒരു സജഷൻ. ഞാൻ പോയിട്ടില്ല. സോ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇന്ന്. എക്സ്പ്ലോർ ചെയ്യുവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. നമ്മളിപ്പോ ട്രെയിനിലാണ്. ട്രെയിൻ നമ്പർ അറിയില്ല. ഡോട്ട്മുണ്ടിൽ RB32. ഇപ്പൊ നമ്മള് ഹെർണെ വന്നേക്കൽ ബാനോഫില് ഇപ്പൊ എത്തും. അതെ, എത്തും. ഒരു അരമണിക്കൂർ ട്രാവലാണ്. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇത് ഭയങ്കര ലാംഗ്വേജ് ആയിട്ട് തോന്നുന്നു. പക്ഷെ ടിക്കറ്റ് ചോദിക്കാൻ ആള് വരുന്നുണ്ട്. ചക്കർ ഇപ്പൊ ഒന്ന് പോയി. പക്ഷെ ടാറ്റൻ ചിപ്സ് കാരണം നമുക്ക് അവരുടെ ഫോട്ടോ ഒന്നും കാണിക്കാൻ പറ്റില്ല, അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ് ഒരു കൊച്ചെടുക്കുന്നുണ്ട്. അവൻ കുറെ നേരമായിട്ട് ഭയങ്കര വെള്ളത്തില തിന്ന് കൊതിപ്പിക്കുന്ന. അവൻ വയറ്റിന്ന് പോകത്തില്ല. RCB ജയിക്കും. RCB ഫുൾ ഫോം പറഞ്ഞു. RCB ഫുൾ ഫോം ഇന്ത്യക്കാരിയായിട്ട് RCB ഫുൾ ഫോം അറിയത്തില്ല. ഇവിടെ വലിയൊരു എക്സ്പ്രഷൻ എടുത്തിട്ടുണ്ട്. മോൻ പറയട്ടെ, മോൻ പറയും. ഇവർക്കറിയില്ല, അറിയത്തില്ല. നീ പറ കേക്കട്ടെ. നിനക്കറിയത്തില്ല. ഞാനിപ്പോ ജർമ്മനിയില. നമ്മുടെ ഓപ്പോസിറ്റ് ഇന്ത്യയിലെ കാര്യങ്ങളങ്ങ് വിട്ടണം. അയ്യോ, നമ്മുടെ RCB റോയൽ എനിക്കറിയാം, വിരാട് കോഹ്ലി ഒക്കെ ഉള്ളതല്ലേ. വിരാട് കോഹ്ലി ഉള്ളതാ. എനിക്ക് അതെങ്കിലും അറിയാം. റോയൽ സെലിബ്രിറ്റി. ഇങ്ങനെ സൂം ചെയ്യുന്നല്ലേ. ഐഫോണിന്റെ സെറ്റിംഗ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഐഫോണില്ലാത്തോണ്ടാ. വീഡിയോ എടുക്കുമ്പോൾ സൂം ചെയ്യാൻ പറ്റില്ല. ആണല്ലേ. അപ്പൊ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ സൂം ചെയ്യണല്ലേ. അങ്ങനെയല്ല, എടുത്ത് നീക്കണം. ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് കാണിക്കാൻ കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ് ഉത്തരം കിട്ടാറായി. റോയൽ ചലഞ്ചേഴ്സ്. റോയൽ ചലഞ്ചേഴ്സ്. ഒരെണ്ണം പറ. ഒരെണ്ണം പറ. ചലഞ്ചേഴ്സ്. തെറ്റി. ചലഞ്ചിങ്. നീ പറ. നീ ഭയങ്കര ചൂടായിരുന്നു. ഒരു ഉത്തരം പറയുക വരെ ചെയ്തു നീ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അടുത്തത് CSKയുടെ ഫുൾ ഫോം. ചെന്നൈ CSKയുടെ ചെന്നൈ സൂപ്പർ കിങ്സ്. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയില്ല. MIയുടെ മുംബൈ. MIയുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട വിട്ടു, അതറിഞ്ഞോ? ഒരു പടയില്ല. പക്ഷേ ഈ വർഷത്തെ ഒരു ഫോം അല്ല, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഫോം കുറവാണ്. പക്ഷെ ഏതൊരു പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 2 കളി ജയിച്ചു. അതാണ്. ഇതുവരെ ബാംഗ്ലൂർ പോയിട്ട് അവർ കളി ജയിച്ചിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം അവർ ബാംഗ്ലൂർ പോയി കളി ജയിച്ചു. ഒരു കളി ജയിച്ചല്ലല്ലോ നമ്മൾ ICL ജയിക്കുന്നത്. ജിന്ദി പറയുന്നേ പക്ഷെ ഒരു കളി ഒരു മോട്ടിവേഷൻ അല്ലേ. ഇവർക്കൊരു മാതിരി എല്ലാം കണ്ട് കാണാൻ കൂടാതെ പെണ്ണുങ്ങൾ പോയി. പക്ഷെ നമ്മൾ നോക്കാറില്ല. അടുത്തത് MI മുംബൈ ഇന്ത്യൻസ്.
ഞാൻ ഓൾറെഡി മുംബൈ ഇന്ത്യൻസ് പറഞ്ഞ അപ്പൊ നീ താഴെ തിരിച്ചു വിട്ടു. നമ്മൾ എന്താ പറയണ്ടേ? നിങ്ങൾക്ക് ഇനി എന്താ അറിയണ്ടേ? നമുക്ക് ജീവിതമാകുമ്പം കുറെ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് ജർമ്മനിയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? നിന്റെ ഈ നഴ്സിംഗ് ലൈഫിനെ പറ്റിയിട്ട് നിനക്ക് എന്താണ് അഭിപ്രായം? അതായത് ഇപ്പം നിങ്ങളുടെ പഠിക്കാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള ഇതാണോ അതോ ചുമ്മാ ജർമ്മനിയെ കുറിച്ച് എടുത്ത് കൊടുത്താൽ? പിന്നെ പഠിക്കാൻ വരുന്നവർക്ക്, അതും ഹൗസ് ബിൽഡും പഠിക്കാൻ വരുന്നവർക്ക്. ഹൗസ് ബിൽഡും പഠിക്കാൻ വരുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രോപ്പറി ശരിക്കും ഒരു ജർമ്മൻ അല്ല. ഇവിടെ ഫുള്ള് TK-കാരാണ്. TK-യുടെ ഫുൾ ഫോം കമൻറ്റ് ബോക്സ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അവരാണ് കൂടുതൽ. ഇവിടെ ജർമ്മൻസ് കുറവ് ആക്ച്വലി, നല്ല രീതിക്ക് കുറവ്. അവരില്ലാത്തതുകൊണ്ട് തന്നെ ഒരു വൈബില്ല. പിന്നെ വൈബുള്ള ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അത് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച്. പ്രോപ്പർ ഒരു ജർമ്മനി പെട്ട ഒരാളുണ്ട്. അയാള് അതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിലായിട്ട് ചർച്ച ചെയ്യാം. വേണമെന്ന് മുഖം തിരിച്ചു പോയി. ഞാൻ പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട്. അതൊരു ജർമ്മൻ പാട്ട്. നീ ബാക്കി പറഞ്ഞു ചോദിച്ചാൽ ആൻസർ ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ എത്തിയിരുന്നു. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞിട്ട് മറന്നുപോയി. ജർമ്മൻകാരോട് ജീവിക്കാത്തതുകൊണ്ട് ഒരു സുഖം കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളുടെ സ്കൂള് ആക്ച്വലി വലിയ സുഖമില്ല. ഞങ്ങളിപ്പം ഈ സ്കൂളിൽ നിന്ന് പാസ്സാവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള 2 പേരുണ്ട്. അവർ ഈ വർഷം 3rd ഇയർ കയറി. അവർ പാസ്സായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാസ്സാവുമെന്ന് നമുക്കറിയാൻ പറ്റും. അവരുടെ നമ്മുടെയൊക്കെ ഒരു ചിന്താഗതിയൊക്കെ ചിന്താഗതി എന്നല്ല, മനസ്സിലാവുമല്ലോ. നമ്മുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലോ അല്ലേ? ഇതൊന്നും വ്ളോഗിനെ തിരണ്ടാണ്. ഇതൊക്കെ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ആൾക്കാർക്കൊക്കെ മടുക്കും. അപ്പടി മടുപ്പിക്കണം. സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് മുഖ്യം. നിങ്ങൾ നമ്മളൊന്നും ബെൽബട്ടനും മറക്കരുത്. മണിക്കിട്ട് അടിക്കണം. ഞാൻ ചോദിക്കുന്നത് നിന്റെ ഷൂളനെ പറ്റി. എനിക്ക് പറയാം വർക്ക് ലൈഫ്, അതിനെ കൊണ്ടുള്ള ടെൻഷൻ കൊണ്ടാണ് ഈ യാത്ര തന്നെ പോണേ. ഞാൻ ഇനി ചെല്ലാൻ പോണ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ആ വാർഡിലോട്ടാണ് ഞാൻ ചെല്ലാൻ പോണേ. ചൊറിയായിരിക്കും എന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് 2 വാർഡിലെ എക്സ്പീരിയൻസേ ആകെ ഉള്ളൂ. ഒരു കാർഡിയോളജി, ഒരു ന്യൂറോളജി. സൂപ്പറായിരുന്നു. എനിക്ക് പ്രൈവറ്റ് വാർഡ്. എനിക്കും 2 വാർഡിന്റെ എക്സ്പീരിയൻസും ഉള്ളൂ. ഒന്ന് വിസറാൽ ഷിറൂർഗി. ആ ഷിറൂർഗിയിലോട്ടാണ് ഇവള് പോകാൻ പോണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നല്ല നല്ല ഘട്ടങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകണം. എല്ലാവരും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കൊളീഗ്സ് ആയതുകൊണ്ടും നമുക്ക് വളരെയധികം കാര്യങ്ങൾ അതൊന്നും പഠിക്കാൻ പറ്റി. നമുക്ക് കരയാൻ പറ്റും. കണ്ണുകളിൽ നിന്ന് എന്താ പറയുക, ആനന്ദക്കണ്ണീരൊക്കെ ഒഴുകാൻ ഇഷ്ടംപോലെ ചാൻസുകളുള്ള ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒട്ടും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും കാര്യമുള്ള കാര്യമല്ല. പക്ഷെ നമ്മള് ഒരാളുടെ കൂടെ ചെല്ലുമ്പം നമ്മളെ പറഞ്ഞ് തട്ടി അങ്ങോട്ട് വിടും. അതെനിക്ക് പിടിക്കില്ല. അതൊക്കെ പോട്ടെ. പിന്നെ ഞാൻ രണ്ടാമത് വർക്ക് ചെയ്തത് 33 എന്ന് പറഞ്ഞൊരു ക്രുവാറ്റ് പാടായിരുന്നു. അവിടെ പിന്നെയും കുഴപ്പമുണ്ടായില്ല. അതായത് നേരത്തെ വർക്ക് ചെയ്ത സ്റ്റേഷനെ വെച്ച് നോക്കുമ്പം 33 ആയിരുന്നു. ക്രുവാറ്റ് സെക്ഷൻ ആയിരുന്നു ഒന്നുകൂടെ നല്ലത്. അവിടുത്തെ പ്രാക്സിനേറ്റർ സൂപ്പറാണ്. ഇതിന് എല്ലായിടത്തും മലയാളീസ് ഉണ്ട്. ഒരാളെങ്കിലും വെച്ച് അവിടെ കാണും. എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആയിരുന്നു, വേറെ ഹോസ്പിറ്റലില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റൽ വേറാണ്. അതൊക്കെ പറയണോ? അതൊന്ന് കട്ട് ചെയ്തേക്കണേ, മറന്നേക്കട്ടോ. ഞാൻ പട്ടയം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ കട്ട് ചെയ്ത് ഷൂളയുടെ പേരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലോ അല്ലേ? എടാ നീ കട്ട് ചെയ്യണല്ലോ. പിന്നെ ഞങ്ങളുടെ ഷൂളയുടെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ അത് ഗുണമൊന്നുമില്ല. ഒന്നുമില്ല ശരി. പക്ഷെ ഇവിടുത്തെ ഷൂളയുടെ ഒരു പ്രത്യേകത, നമുക്ക് തിങ്കൾ തൊട്ട് വെള്ളി വരുള്ളൂ. എല്ലാ ശനിയും ഞായറും നമുക്ക് അവധിയാണ്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് SVL നമുക്ക് സെൽഫായിട്ട് പഠിക്കാം. അതേ ഉള്ളൂ. നാട്ടിലാണ് നമുക്ക് ശനിയാഴ്ച ക്ലാസ് ഇല്ലേ? ഇടയ്ക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ശനിയാഴ്ച വിദ്യാഭ്യാസമായിട്ട് വെക്കും. ചില ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചകളിലും. സെക്കൻഡ് സാറ്റർഡേ അവധിയാണ്. ഭാഗ്യം. ഫോർത്ത് സാറ്റർഡേ അവധിയാണ്. പിന്നെ നമുക്ക് 8 മണി തൊട്ട് 3:15 വരെ ക്ലാസ് ഉള്ളൂ. അത് ശരി. ഇതാണ് എനിക്ക് ഞാൻ പറയുന്നത് 10 മണിക്ക് തുടങ്ങിയാണ്. എനിക്ക്
7:15 തുടങ്ങും, മനസ്സിലായോ? എന്താ പോലെ 2:50 വരെ. വലിയ വ്യത്യാസമില്ല. വലിയ വ്യത്യാസമില്ലെന്നോ? പക്ഷെ അതല്ല, ഞങ്ങള് 3:15 വിടും, നിന്നെ 2:50 വിടും. പക്ഷെ അരമണിക്കൂർ ഡിഫറൻസ്. അരമണിക്കൂറല്ലേ, 20 മിനിറ്റ്. 20 ഡിഫറൻസ്. പക്ഷെ 6:45 എണീക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എങ്ങനെ 3:45 എണീറ്റ് നാളത്തെ കഴിഞ്ഞ് ഒരു 3:45 എഴുന്നേക്കണം. വീണ്ടും നമ്മൾ ബാക്ക് ടു മറ്റേ ലൈഫിലോട്ട് വരുവാണ്, ഡ്യൂട്ടി ലൈഫിലോട്ട് വരുവാണ്. അയ്യോ, സണ്ണിക്ക് ആപ്പയുടെയാണ്. അവർക്ക് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലാണ്, തൊട്ട് ഫ്രണ്ടല്ല, തൊട്ട് സൈഡിലാണ് ഇതിന്റെ ബിൽഡിങ് തന്നെ. അതുകൊണ്ട് എനിക്ക് സെക്ഷൻ 2 എക്സ്പീരിയൻസേ ഉള്ളൂ. ഫസ്റ്റ് ഉൾഫാൽ ഷിറൂഗി ആയിരുന്നു, സെക്കൻഡ് ഇന്നർ മെഡിസിൻ. ഇനി എൻ്റെ ആംബുലൻസ് ഫസ്റ്റ് സ്റ്റേഷനിലോട്ട് ഞാൻ ഒട്ടും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഉൾഫാൽ ഷിറൂഗി ഒരു ദിവസം രണ്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പുറത്ത് പോയും പരിചയമുണ്ട്. 31-ലും ചെയ്ത ശീലമുണ്ട്, 34-ലും ചെയ്ത ശീലമുണ്ട്. എന്നെ ഹിൽഫയ്ക്ക് വിടും. അവളെ ഒരു സ്ഥലത്ത് ആളില്ലെന്ന് കണ്ട ആദ്യം തട്ടുന്നത് മുനിനെയാണ്. ഇവിടെ അങ്ങോട്ട് അലിസ ഗോ, അലിസ ഗോ, ഇവിടെ പറഞ്ഞു വിടും, എല്ലായിടത്തോടും പറയണം. അവൾക്ക് കൊണ്ട് 4 വാർഡ് ഇപ്പം തന്നെ അനുഭവങ്ങളുണ്ട്. നമുക്കൊക്കെ 2 വാർഡിലുള്ളൂ, അവൾക്ക് 4 വാർഡാണ്. എല്ലായിടത്തും നിന്ന് ഒരു പണിയാണ് ചെയ്യണം. ഞാൻ ഇനി ആംബുലൻസ് കഴിഞ്ഞ് ഇനി പോണത് ഇവിടെ വർക്ക് ചെയ്ത അലിഷ വർക്ക് ചെയ്ത സ്റ്റേഷനിലോട്ടാണ്. 33 പ്രിവാറ്റ്. എനിക്കറിയില്ല അവിടെ എങ്ങനെയാവുന്നൊന്നും. അവിടുത്തെ കൊളീഗ്സ് വലിയ കുഴപ്പമില്ല, നമുക്ക് സഹിക്കാൻ പറ്റും, വലിയ കുഴപ്പമില്ല. ഈ ഇവിടത്തെ അത്രയൊന്നുമല്ല, 24 അത്രയൊന്നുമല്ല. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ വാക്സിനേറ്റർ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്ത സ്റ്റേഷൻ്റെ കാര്യം പറയാം. 34 ഉൾഫാളിൽ അവിടുത്തെ കൊളീഗ്സ് ഒന്നിനും കൊള്ളൂല. കാരണം വാക്സിനേറ്ററൊക്കെ ഹെൽപ്പൊക്കെയാണ്, പക്ഷെ പുള്ളിക്കാരി ഒരു കമ്പാരിസൺ ചെയ്യും നമ്മളെ ഡോയിഷേഴ്സുമായിട്ട്. പുള്ളിക്കാരി ഓൾറെഡി ഒരു ഔട്ട്സ്റ്റാൻഡറാണ് ഞങ്ങളുടെ വാക്സിനേറ്റർ. പക്ഷേ പുള്ളിക്കാരി നമ്മൾ ഡോയിഷുകാരോട് കൂടെ ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ കുറച്ച് ഡോയിഷ് പിള്ളേരുണ്ടായിരുന്നു. അവർ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ. ഇപ്പോൾ ബൈഷ്പിളാണ്, ഞാൻ ഫസ്റ്റ് സമയത്ത് വന്നപ്പോൾ ഈ പിള്ളേർ ഡോക്യുമെൻറ്റേഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ലായിരുന്നു. നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിലും എടുക്കാനൊക്കെ അറിയാം. നമുക്ക് പെട്ടെന്നൊന്ന് ഡോക്യുമെന്റേഷൻ ലാംഗ്വേജ് കറക്റ്റ് ആയിരിക്കും. അത്രയും കറക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. അത് ഡോക്യുമെന്റേഷൻ അവർക്കത് എളുപ്പമാണ്. നമുക്ക് അവരത് വെച്ച് നമ്മളെ കമ്പയർ ചെയ്യും. ശങ്കേശ്വരത് ഒക്കെ വരുമ്പോൾ നേരത്ത് അവർ പറയും നീ അവരെ പോലെ എഴുതുന്നില്ല എന്നാൽ അവർ ചിന്തിക്കില്ല ഞാനൊരു ഔട്ട്സ്റ്റാൻഡറാണ്. അങ്ങനെയൊന്നും ചിന്തിച്ചു. ഞാനത് പറഞ്ഞു എനിക്ക് വെച്ച് സ്പ്രാഹയുടെ പ്രോഗ്രാം അത് ലേണം ചെയ്യണം. ഓർത്ത് ലേണം ചെയ്യണത്ത് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ലേണം ചെയ്യാനല്ലേ, അപ്പം അത് പഠിച്ചു വരണ്ടേ, അത് അവർ ചിന്തിക്കത്തില്ല. എങ്ങനെ പോലും സ്പ്രാഹ കൂട്ടാൻ സമയമെടുക്കും. പിന്നെ സ്പ്രാഹ ഒന്ന് കൂടി വരുമ്പോൾ നമ്മൾ 2 മാസം ഡ്യൂട്ടി ചെയ്തു. അവിടെ സ്പ്രാഹ 4 വരുമ്പോഴത്തേക്ക് നമ്മൾ ഷൂളയാവും. ഷൂളയിലോട്ട് പോയി പിന്നെ നമ്മുടെ ഷൂളയിൽ ചെന്ന് നമ്മൾ മിണ്ടുന്നേ ഇല്ല. ഫുൾ ടൈം നമ്മൾ ക്ലാസ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലാണ്ട് വാ തുറക്കുന്ന കാര്യമില്ല. ആ 2 മാസം ക്ലാസ് ഇരുന്ന് ആ ടച്ചൊക്കെ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഡ്യൂട്ടിക്ക് പോകും. അവിടെ പോയി വീണ്ടും സ്പ്രാഹയാവും, വീണ്ടും ഷൂള വരും. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് സ്പ്രാഹയുടെ കാര്യത്തിൽ. അങ്ങനെ വരുമ്പോഴത്തേക്കും മിണ്ടുന്നില്ല, 2 ദിവസം മിണ്ടുന്നില്ല, 2 ദിവസം മിണ്ടുന്നില്ല. നമ്മൾ നാട്ടിൽ പഠിക്കണ എന്താ ലാംഗ്വേജ് ഒന്നും അല്ല ഇവിടെ വരുമ്പം. അല്ലെന്ന് എക്സാക്റ്റ് അല്ലെന്ന് ഞാൻ പറയണില്ല, പക്ഷെ എന്നാലും പക്ഷെ നേരത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരിയൊക്കെ മനസ്സിലാകുന്നൊക്കെ ഉണ്ട്. ആദ്യം വന്ന സമയത്ത് ഒട്ടും മനസ്സിലാച്ചാൽ നമുക്ക് ഓരോ പേരൊക്കെ പറയുമ്പോൾ എന്ത് സാധനമാണൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെയും ഹോസ്പിറ്റൽ വരുമ്പോഴത്തേക്കും മെഡിക്കൽ ടീംസ് പഠിച്ചിട്ട് വരാൻ നല്ല കേട്ടോ. പിന്നെ ഞാൻ വേറെ സെഷൻ വെച്ചാൽ ഇന്നർ മെഡിസിനാണ്. അവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ എളുപ്പമായിരുന്നു, കാരണം അവിടെ മലയാളീസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് അവരെനിക്ക് പറഞ്ഞു തരാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെന്ത് തെറ്റ് ചെയ്താലും എനിക്കവർ ഓടിപ്പോയി ചോദിക്കാൻ അവരുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റേഷനായിരുന്നു. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു ആ സ്റ്റേഷൻ പഠിക്കാൻ വരുന്നത്. എല്ലാവർക്കും ഒരു ഇതായിരിക്കും. മലയാളീസുകൾക്ക് ഇപ്പം എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് മൊറോക്കോക്കാരി, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർക്ക് പക്ഷേ ആ സ്റ്റേഷൻ വലിയ താല്പര്യമില്ലെന്ന്. അവിടുത്തെ നമ്മളിപ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കും, നമ്മളെന്ന് വെച്ചാൽ കണ്ടറിഞ്ഞ് പണിയെടുക്കും. അവരോട് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് കാണുന്നവർക്ക് അതെന്തായാലും ചെയ്യാതെ നമ്മളെന്തായാലും പറയും. അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവിടെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നീ ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. നമുക്ക് പിന്നെ എങ്ങനെയാണ് പണിയെടുത്ത് വീട്ടിൽ പോകണം എന്നുള്ള ചിന്തയാണ് നമ്മൾ. നമുക്ക് ഈ ടോപ്പിക്ക് വിട്ടാലോ? അങ്ങനെയൊക്കെയാണ്. ഒരാളെ കാണിച്ചു തരാവേ. നോക്കുന്ന എങ്ങോട്ടേക്കെന്നറിയോ? അതൊക്കെ ഒരു ആഗ്രഹം.
ചില്ലറ ആഗ്രഹങ്ങളൊന്നും അല്ല. പ്രൈസിന്റെ സാധനം അവർക്ക് പറ്റും. വേറെ 299 യൂറോ, 150 യൂറോ, 159 യൂറോ ചില്ലറ സാധനങ്ങളെ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടൊരു കുഴപ്പമില്ല. നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് എന്നെ കണ്ട് പേടിയാവുന്നത് അത്. ഡയമണ്ട് മേടിക്കാൻ പോകണം, മേടിക്കാൻ പോകണം. പക്ഷെ എങ്കിലും നമ്മളുടെ മുനി അവരുടെ കണ്ണുകൾ ഇപ്പോഴും അവിടെ തന്നെയാണ്. എത്ര 3,999. ഇവിടെ റേറ്റ് ഭയങ്കര കൂടുതലാട്ടോ. ഇനി ഡയമണ്ട് പ്ലസ് ഗോൾഡ് ആയിട്ടാണെങ്കിലും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു ഡോട്ട്മുണ്ട് കഥകള്. ഇപ്പൊ മാളിൽ കയറി, നമ്മളെവിടെയാ കയറി ഇച്ചിരി മുമ്പ് റിമാർക്ക് കയറി സാധനം മേടിച്ചു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒരു സാധനം മേടിച്ചു റിമാർക്ക് കയറിയിട്ട്. ഇവളെല്ലാം അടുത്തതും ജ്വല്ലറി കട തന്നെയല്ലേ? അയ്യോ അങ്ങനെയൊക്കെയാണ് നമ്മള്. കൊട്ടിക്കൊച്ചാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ